ഹായ്, നമസ്കാരം. ജിതനുണ്ടെങ്കിലും ഇന്ന് ഞാൻ ഈ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാൻ കാരണം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയാസ് വഴി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവരുടേതായ കാഴ്ചപ്പാടിൽ കുറേ കാര്യങ്ങൾ പറയുന്നത് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി തീർച്ചയായും ഈ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരണം നൽകുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഞാൻ വന്നത്. അപ്പോൾ തീർച്ചയായും ഇവിടെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട വീഡിയോയിൽ പറയുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പിരമിഡ് സ്കീമാണ് എന്നുള്ള ഒരു ധാരണയിലാണ്. അത് തീർച്ചയായും അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. അതൊരിക്കലും ആരുടെയും കുറ്റമൊന്നുമല്ല. കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് ഇൻസ്റ്റഗ്രാം വഴിയും യൂട്യൂബ് വഴിയൊക്കെ വരുമാനം കിട്ടുന്നുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അവർക്കത് വ്യൂസ് കൂട്ടാൻ വേണ്ടി ഏറ്റവും ട്രെൻഡിങ്ങിലുള്ള ഒരു മാർക്കറ്റിംഗ് മെത്തേഡിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ നെഗറ്റീവ് പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം നമുക്കറിയാം, നെഗറ്റീവ് എന്ത് പറയുന്നോ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടി വരിക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ആൾക്കാരും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള ആ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് മോശമായ രീതിയിൽ അല്ലെങ്കിൽ അറിവില്ലാത്തത് കൊണ്ട് പിരമിഡ് സ്കീമാണ് എന്നുള്ള ധാരണയിൽ പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്, അല്ലേ? കാരണം നമ്മളെല്ലാവരും ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അവരുടേതായ തൊഴിലുകൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ട് ആയിരക്കണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും വലിയ വിവരമുള്ളവരാണെന്നാണ് അവകാശപ്പെടുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അവർ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു സംസാരത്തിന്റെ നടുവിൽ പറഞ്ഞൊരു വാക്കാണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറഞ്ഞപ്പോൾ വളരെ ശരിയായ ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മുടെ ധാരണ നമ്മൾ വലിയ അതിബുദ്ധിമാന്മാരാണ്, മിടുക്കന്മാരാണെന്നൊക്കെയാണ് മലയാളികളുടെ പൊതുവായ ധാരണ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളും മലയാളികളാണ്. ഏറ്റവും കൂടുതൽ കബളിപ്പിക്കപ്പെടുന്ന ആളുകളും മലയാളികളാണ്. 1 കോടി രൂപ നിക്ഷേപിച്ചാൽ മാസം 12 ലക്ഷം രൂപ, അതായത് 12% പലിശ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് 1 കോടി രൂപ നിക്ഷേപിക്കുക. ഒരു മാസം 12% ഒരു വർഷത്തെ പലിശ 244%. 244% പലിശ ഏത് സ്ഥാപനത്തിന് കൊടുക്കാൻ പറ്റും? കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതുപോലുള്ള വ്യാപകമായ തട്ടിപ്പുകൾ, ഫോണിൽ കൂടി നടക്കുന്ന തട്ടിപ്പുകൾ, ക്രെഡിറ്റ് കാർഡ് കൂടി നടപ്പ്, അമിതമായ ഈ ഒരു ആഗ്രഹം, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അമിതമായ ആഗ്രഹമാണ് ഇത്തരം തട്ടിപ്പുകാർക്ക് വളമാക്കി കേരളം മാറുന്നത് എന്നുള്ള കാര്യം അങ്ങ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ജഡ്ജിമാർ വരെ പറ്റിപ്പോകുന്നുണ്ട് സർ. തീർച്ചയായും ഇത് തന്നെയാണ് വലിയ പ്രശ്നം. അത് അങ്ങ് അതിന്റെ യഥാർത്ഥ വശം തന്നെയാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. എന്നെ ഒന്ന് പറ്റിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ പറ്റിക്കുന്ന കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഈ പറയുന്ന നമ്മൾ മലയാളികൾ, ഞാൻ ഉൾപ്പെടെ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ വിവരമുള്ള ആളുകളാണെന്നാണ് വിചാരം. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പറ്റിക്കൽ പ്രസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് കുടുങ്ങിയിട്ട് ഒരുപാട് പണങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലും പതിരും തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നിങ്ങളുടെ മുന്നിൽ ജസ്റ്റ് ഒരു ഉദാഹരണ സഹിതം ഞാൻ അത് കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഇപ്പം എല്ലാ ആളുകളുടെയും ചിന്ത മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും പിരമിഡും ഒന്നാണെന്നുള്ളൊരു ധാരണയാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ഉദാഹരണത്തിലൂടെ അതൊന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു സാധനം പ്യുവർ വാട്ടറാണ് ഞാൻ ഈ എടുത്തു വെച്ചിരിക്കുന്നത്. അതേസമയം ഞാൻ മറ്റൊരു സാധനം കൂടി ഞാൻ എടുത്തു വെക്കുന്നു. ഈ കയ്യിലുള്ളത് ഇത് വിനെഗറാണ്. രണ്ടിൻ്റെ കളറ് നിങ്ങൾക്ക് നോക്കാം, അല്ലേ? ഇതിപ്പോൾ ഞാനിങ്ങനെ വെച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന എന്താണ്? രണ്ടും ഒരേ കളറാണ്. ഞാൻ ഇതേപോലത്തെ ഒരു കുപ്പിയിലാണ് ഇതിൽ പച്ചവെള്ളം നിറച്ച് വെച്ചതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് പറയാൻ പറ്റില്ല അത് വിനെഗറാണോ പച്ചവെള്ളമാണോ എന്നുള്ളത്. അപ്പോൾ അത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതിലേതാണ് വിനെഗർ എന്നുള്ളത്. അപ്പോൾ രണ്ടിൻ്റെ ഉപയോഗം ഡിഫറൻ്റ് ആണ്. അപ്പോൾ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് മോഡലാണ്.
ഒരു ബിസിനസ് മോഡലാണ്. അത് ഇന്ത്യയിൽ അംഗീകരിച്ചിരിക്കുന്ന ബിസിനസ് മോഡലാണ്. അതേസമയം എന്താണ് പ്രോൺസി സ്കീം, അല്ലെങ്കിൽ എന്താണ് പിരമിഡ് സ്കീം? ഇന്ന് ഇന്ത്യയിൽ പ്രൈവറ്റ് സ്റ്റേറ്റ്സ് ബാനിംഗ് ആക്ട് 1978 പ്രകാരം ബാൻ ചെയ്തിരിക്കുന്ന ഒരു മേഖലയാണ് ഇത്, ഈ പറയുന്ന പിരമിഡ് സ്കീം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ബഡ്സ് ആക്ടിൻ്റെ ഉള്ളിൽ വരുന്നതാണ് ഇത് പിരമിഡ് സ്കീം. അപ്പോൾ ബഡ്സ് ആക്ടിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു സംഗതി ഇവിടെ ഒരാൾ ചെയ്താൽ അയാൾക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 1 വർഷം മുതൽ 10 വർഷം വരെ തടവ്, 5 ലക്ഷം മുതൽ 50 കോടി വരെ പിഴ, പിന്നെ അതിൻ്റെ ബാക്കിയുള്ള നൂലാമാലകൾ വേറെ. അപ്പോൾ ബഡ്സ് ആക്ട് പ്രകാരം വരുന്ന ഇവിടെ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്കീമാണ് ഇത് പിരമിഡ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പിരമിഡ് സ്കീമും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മെത്തേഡും കണ്ടു കഴിഞ്ഞാൽ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും കാണില്ല. കാരണം അത് ആരുടെയും കുറ്റമല്ല. ഇപ്പം ഞാൻ ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല ഏതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഏതാണ് പിരമിഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ നാളെ ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഫേമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഡാറ്റ സെല്ലിംഗ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ 1-2 കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പിരമിഡ് സ്കീമാണെങ്കിൽ ആ പിരമിഡ് സ്കീമിൽ ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല, ഒന്നാമത്തെ കാര്യം. ഇനി അഥവാ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് വെച്ചോളൂ, ഈ പ്രൊഡക്റ്റിന് ഒരു പക്ഷേ ഓപ്പൺ മാർക്കറ്റിൽ അതേ പ്രൊഡക്റ്റ് ലഭ്യമാകുന്നുണ്ടാവും. ആ പ്രൊഡക്റ്റിന് ചിലപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ വില എന്ന് പറയുന്നത് ചിലപ്പോൾ 100 രൂപയോ 200 രൂപയായിരിക്കും. അതിന് ചിലപ്പോൾ അവിടെ 1000 രൂപയോ 2000 രൂപയോ ഇട്ടിട്ട് അവിടെ ഒരു സ്കീം നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ പ്രൊഡക്റ്റ് ഉണ്ട്, പക്ഷെ എന്താ ആ പ്രൊഡക്റ്റിന്റെ വ്യാജേന അവിടെ എന്തുണ്ട്, ഈ പറയുന്ന ഒരു കാര്യം നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഫണ്ടിങ് ഉണ്ട്. അപ്പോൾ അത് പിരമിഡ് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, റിക്രൂട്ട്മെന്റിലൂടെ മാത്രം അവിടെ വരുമാനം ലഭിക്കുന്നതാണെങ്കിൽ 100% അത് പിരമിഡാണ്. അപ്പോൾ അത് ഒരു പക്ഷേ പ്രൊഡക്റ്റ് ഉള്ളതായിരിക്കും, പ്രൊഡക്റ്റ് ഇല്ലാത്തതായിരിക്കും. കാരണം ഇപ്പം നമുക്ക് മുന്നിൽ ഒരുപാട് ട്രേഡിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട്, അല്ലേ? ക്രിപ്റ്റോ ബേസ് ചെയ്തിട്ടൊക്കെയുള്ള ഒരുപാട് കമ്പനികളുണ്ട്. പക്ക പിരമിഡ് സ്കീമാണ്, ഒരു സംശയവും വേണ്ട. അപ്പോൾ അത്തരത്തിൽ റിക്രൂട്ട്മെന്റിലൂടെ മാത്രം വരുമാനം ലഭിക്കുന്നതാണെങ്കിൽ അത് പിരമിഡാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ എന്താ പറയുക, ഈ ടോപ്പ് ലെവലിലുള്ള ആളുകൾക്ക് മാത്രമേ അവിടെ വരുമാനം ലഭിക്കാൻ പോകുന്നുള്ളൂ. പിന്നീട് വരുന്ന ഒരു 90% ആളുകൾക്കും അവിടെ പണം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അവർ വരുമാനം ഉണ്ടാക്കുന്ന ഒരു സമയമാകുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ വരുമാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറും. കാരണം അവിടെ എപ്പോഴും പുതിയ ആളുകൾ വരുന്നതിനനുസരിച്ച് മാത്രമേ അവർക്ക് വരുമാനമുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തല എണ്ണിയിട്ടാണ് പണം കൊടുക്കുന്നത്. അതേസമയം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, അതൊരു ബിസിനസ് മോഡലാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഇന്ത്യയിലെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മെത്തേഡാണ്. അത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ 2 തരത്തിലാണ് പ്രധാനമായിട്ടും മാർക്കറ്റിംഗ് നടക്കുന്നത്. ഒന്ന് സിംഗിൾ ലെവൽ മാർക്കറ്റിംഗ് ആണ്, മറ്റതാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അപ്പോൾ സിംഗിൾ ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ചാനൽ മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആമസോണും ഫ്ലിപ്കാർട്ടും ഇതൊക്കെ നമുക്ക് സിംഗിൾ ലെവൽ മാർക്കറ്റിങ്ങിന് ഉദാഹരണങ്ങളായിട്ട് പറയാം. പിന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് എന്ത്, മൾട്ടി ലെയർ, അല്ലേ? അപ്പോൾ പല തട്ടുകളായിട്ടുള്ള വിപണന രീതി. അപ്പോൾ ഈ പല തട്ടുകളായിട്ടുള്ള വിപണന രീതി എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം ഇന്ത്യയിൽ ആദ്യം വന്നത് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്ക് തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് അതെന്ത് ചെയ്തു, ഇവിടെ കുറഞ്ഞ ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി അവരത് ഈ പറയുന്ന ഫണ്ടിങ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പിരമിഡ് സ്കീം എന്നുള്ള രീതിയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ഇൻഡസ്ട്രിക്ക് ഇവിടെ അത്രമാത്രം നെഗറ്റീവ് വന്നത്. പക്ഷേ പിന്നീട് ഗവൺമെൻറ് അതിനെക്കുറിച്ച് പഠിച്ച് ഇപ്പോൾ പക്ക ലീഗലായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് രീതിയാണ് ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പല തട്ടുകളായിട്ടുള്ള ഈ വിപണന രീതിയിൽ
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ചില മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികൾ പിരമിഡ് സ്കീം എന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ട് ഈ വരുന്ന ഒരു ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഇനി അങ്ങോട്ട് അത്തരം കമ്പനികളൊന്നും തന്നെ ഇവിടെ ഉണ്ടാവില്ല. കാരണം കേരള ഗവൺമെന്റ് ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം 19-ാം തീയതി ഒരു മോണിറ്ററിംഗ് മെക്കാനിസവും ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾക്കെല്ലാം രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കമ്പനികളിൽ നിന്ന് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ അത് കൃത്യമായിട്ട് പരിശോധിച്ചിട്ട് നല്ല കമ്പനിയാണെങ്കിൽ മാത്രമേ ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ വരത്തുള്ളൂ. അങ്ങനെ ഗവൺമെന്റിന്റെ ലിസ്റ്റിൽ വരുന്ന കമ്പനികൾ മാത്രമേ ഇനി അങ്ങോട്ടെത്തുള്ളൂ നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ഈ കേരളത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഗവൺമെന്റ് ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ മുമ്പ് ഞാൻ ചെയ്തിരിക്കുന്ന വീഡിയോസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെന്ത് ചെയ്യുക, മുമ്പത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ രീതിയിലേക്ക് ഗവൺമെന്റ് പോലും മാറുമ്പോൾ ഇവിടെ ഇന്ന് നമുക്കറിയാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഉൽപ്പന്നം ഉപഭോക്താവിൻ്റെ അടുത്തേക്ക് നേരിട്ട് എത്തിക്കുന്ന വിപണന രീതിയാണ്. അപ്പൊ അതിന് ആ ഡയറക്റ്റ് സെല്ലിംഗ് മെത്തേഡിനെ കുറച്ചുകൂടി ഒന്ന് ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മെത്തേഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ പല തട്ടുകളായിട്ട് വിപണന രീതി പോകുന്നു. അവിടെ റിയൽ ആയിട്ടുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അവരെ സംബന്ധിച്ച് അവിടെ ഒരിക്കലും റിക്രൂട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അല്ല അവിടെ എന്ത് ചെയ്യുന്നത്, വരുമാനം കൊടുക്കുന്നത്. അവിടെ എത്ര സെയിൽ നടക്കുന്നോ ആ സെയിലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കമ്പനികൾ അവർക്ക് കമ്മീഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഈ പറയുന്ന പല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളും ബൈനറി മെത്തേഡ് ചെയ്യുന്നതുണ്ട്, ട്രൈനറി മെത്തേഡ് ചെയ്യുന്നുണ്ട്, സൺഫ്ലവർ ചെയ്യുന്ന, അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ ചെയ്യുന്ന കമ്പനികളുണ്ട്. ഏത് കമ്പനി ആയാലും കുഴപ്പമില്ല. അവരെല്ലാം ആ പ്ലാനുകളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടാവും അവരുടെ ആ ഒരു ചാനലുകളിൽ ഇത്ര ബിസിനസിന്റെ കച്ചവടം നടക്കും, ആ കച്ചവടത്തിന് ഇത്ര രൂപ എന്നുള്ള ലെവലിലാണ് എന്ത് ചെയ്യുന്നത്, കമ്പനികൾ അവിടെ കമ്മീഷൻ നൽകുന്നത്. അപ്പോൾ ഈ പറയുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ റീപർച്ചേസ് ഉണ്ടാവും, അവിടെ റീപർച്ചേസ് നടക്കുന്നുണ്ടാവും. ഈ ഉൽപ്പന്നങ്ങൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വാങ്ങാം, നമുക്കത് എന്ത് ചെയ്യാം, മറ്റൊരാൾക്ക് വിൽക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് വരുമാനം ഉണ്ടാക്കാം. ഒരിക്കലും ഈ പറയുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളിൽ ഒരു വട്ടം ഒരു ഉൽപ്പന്നം വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ ജന്മത്ത് വാങ്ങണ്ട എന്നുള്ള രീതിയിലില്ല. കാരണം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും അത് പിരമിഡ് സ്കീം എന്ന് തന്നെ പറയേണ്ടി വരും. അതേസമയം നിങ്ങൾ ഈ ബിസിനസ്സിൽ നിങ്ങളിപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ആ ബിസിനസ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്താൽ നാളുകളിലും നിങ്ങൾക്ക് ആ കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങാൻ പറ്റുകയും അതേ ഉൽപ്പന്നം നിങ്ങൾക്ക് ഓപ്പൺ മാർക്കറ്റിൽ ഒരു വ്യക്തിക്ക് കൊടുക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ടതുണ്ട്. കാരണം അങ്ങനെ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ റീപർച്ചേസിങ് നടക്കുന്നുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന കമ്പനികളെല്ലാം ഇപ്പൊ എന്താ പറയാ, ഈ പറയുന്ന കമ്പനികളെല്ലാം വിൽക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ താരതമ്യേന ഓപ്പൺ മാർക്കറ്റിലെ വിലയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ ചെറിയൊരു കാര്യം ഒന്ന് എടുത്തു പറയട്ടെ. ഇപ്പം ഗവൺമെന്റിന്റെ പുതിയ മാർഗരേഖ പ്രകാരം ചില ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പൊ എന്താ പറയാ, കമ്പനികൾക്ക് ഭയങ്കര വിലയായിരിക്കാം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ ഏതാണ്ട് അതേപോലത്തെ ഉൽപ്പന്നങ്ങളുണ്ട്, പക്ഷെ എന്താണ്, അതിന് ഭയങ്കര വിലയായിരിക്കും ഈ പറയുന്ന ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ. ചിലപ്പോൾ ആ കമ്പനികൾക്ക് അവരുടെ ഓൺ മാനുഫാക്ചറിൽ പാറ്റന്റ് ഉള്ള ഉൽപ്പന്നങ്ങളായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളാവുമ്പോൾ ആ പറയുന്ന കമ്പനിക്ക് അവരുടേതായിട്ടുള്ള വില ഇടാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ആ കമ്പനികളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പിരമിഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അവർക്ക് അവരുടെ സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് അവർക്ക് പാറ്റന്റ് ഉള്ള ഉൽപ്പന്നങ്ങളായിരിക്കും. അപ്പം അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില നിർണ്ണയിക്കാനുള്ള ഒരു അധികാരം എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരുപാട് കമ്പനികൾ ഫീൽഡിലുണ്ട്. അപ്പോൾ അതും റിയൽ ആയിട്ടുള്ള ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികൾ തന്നെയാണ്, ഒരു സംശയവും ഇല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവിടെ നോർമലി ഉള്ള പല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനികളും നിങ്ങൾ അതിന്റെ ഉൽപ്പന്നങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഓപ്പൺ മാർക്കറ്റിനേക്കാൾ വില കുറവാണോ കൂടുതലാണോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അത് മാത്രമല്ല, നമുക്ക് നാളുകളിൽ അത് വാങ്ങാൻ പറ്റുന്നതാണോ, അത് മാത്രമല്ല നമുക്കിത് സെല്ല് ചെയ്യാൻ പറ്റുന്നതാണോ. ഇപ്പൊ ചില പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് നമുക്ക് ഒരിക്കലും സെല്ല് ചെയ്യാൻ പറ്റില്ല. കാരണം
എന്താ പറയുക, ആ ഒരു പ്രൊഡക്റ്റ് ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പല കള്ളത്തരങ്ങളും ചിലപ്പോൾ പറയേണ്ടി വരും. അങ്ങനെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടേ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു പ്രൊഡക്റ്റ് അവിടെ സെല്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കള്ളത്തരങ്ങൾ പറയാതെ നമുക്ക് ഉൽപ്പന്നങ്ങൾ സെല്ല് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ തല എണ്ണിയിട്ടാണോ പൈസ തരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തല എണ്ണിയിട്ടാണ് പണം തരുന്നതെങ്കിൽ അത് 100% നിങ്ങൾ ഉറപ്പിച്ചോളൂ, അതൊരു പിരമിഡ് സ്കീമായിരിക്കും, അധിക കാലം ഓടില്ല. അതേസമയം നിങ്ങളും നിങ്ങളുടെ ഓർഗനൈസേഷനിലൂടെയും നടക്കുന്ന ബിസിനസിന്റെ ആ ഒരു കച്ചവടത്തിനനുസരിച്ച് ആണ് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതെങ്കിൽ അത്തരം കമ്പനികൾ ഇവിടെ ഉണ്ടാവും. അത്തരം കമ്പനികളിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. എത്ര കാലം കഴിഞ്ഞാലും ആ കമ്പനികൾ ഇവിടെ ഉണ്ടാവും. നമുക്ക് മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതേസമയം വളരെ ഷോർട്ടായിട്ട് ക്വിക്കായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന വല്ല മെത്തേഡുമായിട്ട് നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരോട് ധൈര്യത്തോടു കൂടി നോ എന്ന് പറഞ്ഞേക്കുക. കാരണം അത്തരത്തിലുള്ള പ്രൊജക്റ്റ് പോയാൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം, പക്ഷേ നാളുകളിൽ നിങ്ങൾ അതിൻ്റെ ചീത്തപ്പേര് നിങ്ങൾ കേൾക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് മുമ്പും വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, ഇനിയും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ള അറിയാത്തവർ അറിയുന്നതിന് വേണ്ടിയാണ്. ഇന്ന് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി അത്രമാത്രം ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഏറ്റവും ലീഗലായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് രീതിയാണ് ഇത്. ഇന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റും അതുപോലെ തന്നെ എന്താ പറയുക, ഈ അടുത്ത് വന്ന നമ്മുടെ മോണിറ്ററിംഗ് മെക്കാനിസം, അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ന് കൺസ്യൂമറിനെ വരെ അത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖല കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയെക്കുറിച്ച് നെഗറ്റീവ് വീഡിയോസ് ഇടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഇത് പഠിക്കുക എന്നുള്ളതാണ്. കാരണം ആയിരക്കണക്കിന് ആളുകൾക്ക് ജെന്യൂനായിട്ട് തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു മേഖല എന്ന് പറയുന്നത് അത് ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയാണ്. ആ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലെ ഒരു മെത്തേഡാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയണം. മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങും പിരമിഡ് സ്കീമും രണ്ടും രണ്ടാണ്. കാരണം നിങ്ങളിപ്പോൾ എന്നെ കാണുന്ന സമയത്ത് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ വലത് കൈ ആയിരിക്കില്ല നിങ്ങളുടെ വലത് കൈ എന്ന് പറയുന്നത്, അല്ലേ? നിങ്ങൾ ഇപ്പം എന്നെ നോക്കി കാണുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇടത് ഭാഗമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു വീഡിയോ നിങ്ങൾ ചെയ്യാൻ. കാരണം നിങ്ങളെപ്പോലെയുള്ള ചില ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് ആളുകൾ നിങ്ങളെ സ്വാധീനിക്കുന്നവരുണ്ടാവും. അപ്പോൾ അത്തരം ആളുകൾ, നിങ്ങൾ സ്വാധീനിക്കുന്ന ആളുകൾ തീർച്ചയായും ഇതുപോലെ ഒരു ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുമ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് ആളുകളെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം പറയുക. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, അങ്ങ് തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ കൺസ്യൂമർ അഫേഴ്സിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇനി അതല്ലെങ്കിൽ അങ്ങ് തിരുവനന്തപുരത്ത് തന്നെ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്താണെന്നും പിരമിഡ് സ്കീം എന്താണെന്നും പ്രോൺസി സ്കീം എന്താണെന്നും നിങ്ങളെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചു തരും. അത് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള സ്ഥാപനമാണ്. അപ്പോൾ ഇത് ഞാൻ എന്തിനു പറയുന്നു വെച്ചാൽ, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഇത്രയും ലീഗലായിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചാണ് നിങ്ങളുടെ അറിവില്ലായ്മ മൂലം നിങ്ങൾ പല രീതിയിൽ അത് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രൊമോഷൻ നടത്തുന്നത്. സോ അത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതിന് മുമ്പ് ഇനിയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്കറിയാം കുറച്ച് ലെങ്ത് ഉണ്ട്, പക്ഷേ ഈ ഒരു വീഡിയോ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി ചെയ്യുന്ന ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിലെ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിലുള്ള ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കുക. ഇതേപോലെ നെഗറ്റീവ് പറയുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ള ആളുകൾക്കും തീർച്ചയായും ഇത് അയച്ചു കൊടുക്കുക. കാരണം അറിവ് അവർക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ. അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ ഈ ഇൻഡസ്ട്രി വരുന്ന ആളുകളിൽ ഏറ്റവും വലിയ ഒരു വിപ്ലവമായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.